ഗുഡ് മോർണിംഗ്. ഹലോ കേരള. നമ്മൾ പലപ്പോഴും റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വാഹനമാണ് MVD. ഒരു വെളുത്ത ടാറ്റ നെക്സോൺ കാറിൽ നമ്മൾ പലപ്പോഴും മീറ്റ് ചെയ്യുന്ന ഒരു പറ്റം റോഡ് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റീസാണ് MVD. അപ്പം ഞാൻ ആദ്യം ഏത് വർഷമെന്ന് ഓർക്കുന്നില്ല, 12-ലോ 14-ലോ എത്രയാണെന്ന് ഓർക്കുന്നില്ല. ഞാൻ കേരളത്തിൽ കൂടെ ഞങ്ങളുടെ ടൗണിൽ കൂടി ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റിൽ കൂടെ നെക്സോൺ വരുന്നു. നെക്സോണിൻ്റെ സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് MVD. അപ്പോൾ എനിക്കൊരു പിടിയില്ല എന്താ സംഭവം. പിന്നെ ഞാൻ തന്നെ കണക്ക് കൂട്ടി ഈ MVD എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം നമ്മുടെ കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോളം ഇങ്ങോളം പരിശോധനകൾ നടത്തുന്ന ഒരാഴ്ചയാണ്. ഇപ്പോൾ ഈ 1, 2, 3, 4 ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ പിന്നെ വളരെ ശക്തമായിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിയും ആക്സിഡൻറ്റും പിന്നെ അത് കഴിഞ്ഞ് ഈ ചെക്കിങ്ങുമുണ്ട്. അപ്പം ചെക്കിങ് ഞാൻ പലയിടത്തും ചെക്കിങ് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പ്രാവശ്യം കഴിഞ്ഞ മാസം ഒരിടത്തുനിന്ന് ഇങ്ങനെ വരുമ്പോൾ അത് സബ് ഇൻസ്പെക്ടറോ സർക്കിൾ ഇൻസ്പെക്ടറോ എങ്ങാണ്ട് ഒരിടത്ത് നിർത്തി ഈ ഞങ്ങളുടെ അടുത്ത് ഗ്രനൈറ്റ്സ് അല്ലെങ്കിൽ ഈ പാറ പൊട്ടിക്കൽ കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടുന്ന് മണ്ണ് കൊണ്ടുപോകുന്ന ട്രക്കുകളെ പിടിച്ചിട്ടേക്കുന്നു. ഞാൻ എൻ്റെ സൈഡിൽ കൂടെ പോയി പുള്ളി പേപ്പറൊക്കെ നോക്കുന്നു, ആൾക്കാരുടെയൊക്കെ പേപ്പറൊക്കെ എഴുതുന്നു, എന്തൊക്കെയോ നടക്കുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കണ്ടു. കേരളത്തിൽ ആദ്യമായിട്ട് എന്നെ MVD അല്ലെങ്കിൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നിർത്തിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഏത് വർഷമെന്ന് ഓർക്കുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പാണ് സീറ്റ് ബെൽറ്റ് കമ്പൽസറി ആക്കി ഒരു ദിവസം ഒരു സൺഡേയിൽ ഞാനിങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വണ്ടി ഓടിക്കുന്നത്. ഞാനിങ്ങനെ കുമ്പഴ കഴിഞ്ഞപ്പോൾ ഒരിടത്ത് പോലീസുകാരെന്നെ ഇങ്ങനെ കൈ കാണിച്ച് നിർത്തി. അപ്പോൾ ഒരു നീളമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ കുനിഞ്ഞു നോക്കി. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. പുള്ളി പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഇടയ്ക്കെല്ലാം സീറ്റ് ബെൽറ്റ് കമ്പൽസറി ആക്കിയ ഒരു സമയമാണ്. സീറ്റ് ബെൽറ്റ് നമ്മുടെ നമുക്ക് ഒരു ബാധ്യതയായിട്ടല്ല തരേണ്ടത്. സീറ്റ് ബെൽറ്റ് ഒരു മാൻഡേറ്ററിയാണ്. നമ്മളത് ഇട്ട് ശീലിക്കണം, ഇട്ട് ഓടിക്കണം. ആരും ട്രാഫിക്കുകാരെ കാണുമ്പോൾ മാത്രം ചിലരിങ്ങനെ വലിച്ചു വെച്ചിട്ട് ട്രാഫിക്കുകാരെ കാണുമ്പോൾ മാത്രം ഒന്ന് ക്ലിപ്പ് ചെയ്യും. പിന്നെ ആ കൈ അവിടെ നിന്ന് എടുക്കും, എന്താ അവരെ കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ AI ക്യാമറ ഉള്ളതുകൊണ്ട് ചിലയിടത്ത് അതും പറ്റത്തില്ല. എന്നാൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ സീറ്റ് ബെൽറ്റ് ഉള്ളത്. എവിടെയെങ്കിലും ഒരു അൺടുവേർഡ് ഇൻസിഡൻറ്റോ ഒരു ആക്സിഡൻറ്റോ വണ്ടി സ്ലിപ്പായി മറിയോ ഒക്കെ ചെയ്താൽ ഈ സീറ്റ് ബെൽറ്റ് ആൾക്കാരെ ഒത്തിരി രക്ഷിക്കും. ബോഡി റോൾ ഓവർ ആകത്തില്ല, നമ്മുടെ തലയൊന്നും ചെന്ന് സീറ്റിൽ നിന്ന് മുന്നിൽ ഇടിക്കുകയും ഒത്തിരി പ്രകാരത്തിൽ ആ സീറ്റ് ബെൽറ്റ് നമ്മളെ രക്ഷിക്കും. ഞാൻ ആദ്യമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1995 ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു കമാൻഡർ ജീപ്പ് വന്നു. അപ്പോൾ കമാൻഡർ ജീപ്പിലാണ് ആദ്യമായിട്ട് സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് പഠിച്ചു. അപ്പം ഞാൻ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് ടൗണിൽ നിന്നും അവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ ഗ്രാമപ്രദേശത്തോട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നാട്ടുകാരൊക്കെ ചിന്തിക്കും, ഇത് വലിയ അധികാരി, പട്ടയുള്ള അധികാരി നടക്കുന്ന ഈ തഹസീൽദാറിൻ്റെ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഒരു പട്ട ഇടുന്ന പോലെ വലിയ പട്ടയുള്ള ഒരാൾ യാത്ര ചെയ്യുന്ന വലിയ ഓഫീസറാണെന്നാണ് ഗ്രാമത്തിലെ ആൾക്കാർ ഉത്തർപ്രദേശത്ത് ചിന്തിച്ചത്. അന്ന് തൊട്ട് ഞാൻ ഈ സീറ്റ് ബെൽറ്റ് ഇടുന്നത് കൊണ്ട് എനിക്കൊരിക്കലും ഒരു സീറ്റ് ബെൽറ്റ് അലർജി തോന്നിയിട്ടില്ല. സീറ്റ് ബെൽറ്റ് ഇടാതെ ഞാൻ വണ്ടി തുടങ്ങിയാൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ഒരു അലർജി വരും, എനിക്ക് അലർജി വരും. അതല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഇരിക്കുന്ന വണ്ടിയാണെങ്കിൽ ഉടനെ പറയും, സാറേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, ടിൻ 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 എന്നടിക്കും. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടും. അപ്പോൾ സീറ്റ് ബെൽറ്റ് അത്യാവശ്യമാണ്. സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനങ്ങൾ ഓടിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ MVDയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനല്ല, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കേരളത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്
ഈ 2 കിലോമീറ്റർ സ്പീഡ് കൂടിയാലും 2000 രൂപ അടുപ്പിക്കുന്ന ആ സിസ്റ്റം ഒന്ന് മാറണം. നമുക്കതൊരു വലിയൊരു അത് നിയമസഭയിലൊക്കെ വളരെ ചർച്ച ചെയ്ത് ഇതുണ്ടാക്കേണ്ട ഒരു നിയമമാണ്. എന്ന് പറഞ്ഞാൽ 80 തൊട്ട് 90 വരെ കിലോമീറ്റർ റേഞ്ചിൽ ഒരാൾ പോയാൽ ആ ആളിനൊരു ഒരു ഒരു ബിഗിനിങ് പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു 150 രൂപ അല്ലെ 200 രൂപ ഒരു പെനാൽറ്റി കൂടുതൽ അടിക്കുന്നത് ശരിയല്ല. ചിലപ്പോൾ ആളിൻ്റെ 2 കിലോമീറ്റർ സ്പീഡ് ഗണ്ണിനകത്തോ ക്യാമറയ്ക്കകത്തോ നമുക്ക് നെഗ്ലിജിയൻസ് സ്പീഡെന്ന് പറയും. ആ നെഗ്ലിജിയൻസ് സ്പീഡാണെങ്കിൽ നമ്മൾ അതിനെ കാറ്റഗറി 1 ആയിട്ടും 90 തൊട്ട് 100 വരെ കാറ്റഗറി 2 ആയിട്ടും 100 തൊട്ട് 140 വരെ കാറ്റഗറി 3 ആയിട്ടും തിരിച്ചിട്ട് 140 മേളിൽ ആരെങ്കിലും വിട്ടു പോവുക ചൊഴിയുക എവിടെയെങ്കിലും ആണെങ്കിൽ അവൻ്റെ വണ്ടി എന്ത് ചെയ്യണം? ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. അവൻ്റെ വണ്ടി കമ്പ്യൂട്ടറിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി. ആംബുലൻസ് അല്ലാതെ ഏതെങ്കിലും വാഹനം 140 കിലോമീറ്റർ സ്പീഡ് കേരളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാകണം. കാരണം ഇങ്ങനെയുള്ളവരൊക്കെ പോയാണ് ഇടിച്ചു മറിയുകയും എവിടെങ്കിലും പോയി അപകടങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അവനെ ഒന്ന് പെനാൽറ്റി കൊടുത്തിട്ട് അവനെ ഒന്നും സുധരിക്കാൻ അല്ലെങ്കിൽ അവനെ ഒന്നും നേർവഴി കാണിക്കാൻ പറ്റത്തില്ല. കുറച്ച് നാളത്തേക്ക്, ഒരു മാസത്തേക്കൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നൊരു സംഭവം നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഉണ്ടാവണം. അതുപോലെ നമ്മുടെ ഡേഞ്ചറസ് ഏരിയയിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി ഏരിയയാണ്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തിന് പോകുന്ന സമയത്ത് പലയിടത്തും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇന്നാർ മരിച്ചുപോയ സ്ഥലം, ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചുപോയ സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ പതുക്കെ പോകണം. ഇങ്ങനെയുള്ള ഡേഞ്ചർ സോണുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഗവൺമെൻറ് തന്നെ അങ്ങനെയുള്ള ഡേഞ്ചർ സോണുകളിൽ ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ വെക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ കേരള ഗവൺമെൻറ് ചിന്തിച്ചാൽ അത് സാധിക്കാതിരിക്കാൻ കേരയിൽ പദ്ധതി കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഈ ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കുന്ന ടാക്സും, വണ്ടിയിൽ നിന്ന് വാങ്ങിക്കുന്ന ടാക്സും, പെട്രോളിൽ നിന്ന് വാങ്ങിക്കുന്ന ടാക്സും അത്രയും മതി ഇങ്ങനെ ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ അങ്ങനെയുള്ള ഡേഞ്ചർ സോണുകളിൽ വെക്കാനും. അവിടെ ഇങ്ങനെ ഇത് ചെയ്യണം, സ്ട്രിക്റ്റ് അഡിഹിയറൻസ് ഓഫ് 50 കിലോമീറ്റർ സ്പീഡ് ഫോർ ദ നെക്സ്റ്റ് 2 കിലോമീറ്റർ. അടുത്ത 2 കിലോമീറ്റർ വരെ 50 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ പോകാൻ പാടില്ല എന്നൊരു ഡേഞ്ചർ സോൺ ഉണ്ടെങ്കിൽ അതുണ്ടാകണം. അപ്പോൾ ആ ഏരിയയിൽ പോകുന്നവർ ആ സോണിൽ ആ സ്പീഡിൽ പോകും. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ സ്കൂൾ സോണിൽ ആരെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ സ്പീഡിൽ പോയാൽ അവൻ അന്നേരം ടിക്കറ്റ് വരും. അവൻ ടിക്കറ്റ് അടയ്ക്കാനായിട്ട് കോടതിയിൽ പോകേണ്ടി വരും. അപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ രാത്രികളിലാണ് പലപ്പോഴും പല അപകടങ്ങൾ നടക്കുന്നത്. അപ്പം രാത്രികളിൽ യാത്ര ചെയ്യുന്ന വണ്ടികൾ, ചില വണ്ടികളിൽ 80-100 ലൈറ്റ് ഇടാൻ പെർമിഷൻ ഉള്ളിടത്ത് അവിടെ 140-ഒക്കെ ബൾബ് ഇടിച്ച് കയറ്റി ഇടുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ ഓപ്പോസിറ്റിൽ കൂടെ ഒരു വഴിയിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സിംഗിൾ ലൈനാണ് ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ ഒന്നും കാണത്തില്ല, എന്തുവേ വരുന്നതെന്ന് പോലും കാണാത്ത ലൈറ്റുകളുണ്ട്. അപ്പം രാത്രി 1 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ഇങ്ങനെ വളരെ അരോചകമായ ലൈറ്റുകളിട്ട്, എക്സ്ട്രാ ലൈറ്റുകളിട്ട് വരുന്ന, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ലൂമിനസ് ഉള്ള ലൈറ്റുകളിട്ട് വരുന്ന വാഹനങ്ങളെ ഇമ്പൗണ്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെ പെനാൽറ്റി അടിക്കേണ്ട ആവശ്യമാണ്. അതുപോലെ തന്നെ ചില വാഹനങ്ങളുടെ ഉറക്കം, ചില ആൾക്കാരുടെ എക്സോസ്റ്റ് പൈപ്പൊക്കെ പൊട്ടിയതായിരിക്കും, അതും എടുത്തുകൊണ്ടായിരിക്കും അവൻ രാത്രിയിൽ ഇറങ്ങുന്നത്. പകലിറങ്ങിയാൽ ആരും അത്ര പ്രത്യേകിച്ച് നോട്ട് ചെയ്യത്തില്ല, ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാകത്തില്ല. രാത്രിയിലാണെങ്കിൽ ഏതോ ഒരു ഹെലികോപ്റ്റർ അതുവഴി പോലെ തോന്നും. അത് അവൻ ആ റോഡിൽ കൂടെ പോകുന്ന വഴിയിൽ ഉറങ്ങുന്ന മനുഷ്യനെ എല്ലാം അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർത്തും. അവൻ ഇങ്ങനെ ചിരിച്ച് കളിച്ച് പോവും. പക്ഷെ അത് കണ്ടുപിടിക്കാനോ അതിനെ പിടിച്ചു കെട്ടാനോ അല്ലെങ്കിൽ അതിനെ ഇമ്പൗണ്ട് ചെയ്യാനോ ആരും അതോറിറ്റീസ് സാധാരണ മെനക്കെടാറില്ല. അത് മെനക്കെടേണ്ടത് ആവശ്യമാണ്. അതൊരു പബ്ലിക് ന്യൂയിസൻസ് ആണെന്ന് ജനത്തിന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതുപോലെ തന്നെ പോലീസുകാരെ വെട്ടിച്ചിട്ട് ഓടിപ്പോകുന്ന ലക്ഷണമാണ് അല്ലേ നമ്മൾ പലപ്പോഴും കാണുന്ന. ബൈക്കുകാരുടെ പുറകെ പോയി അവൻ 250 cc വണ്ടിയിൽ പോയി, പോലീസുകാർക്ക് ഇപ്പോഴും 100 cc വണ്ടിയേ ഉള്ളൂ, അവനെ പിടിക്കാൻ പറ്റിയില്ല, രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ ബാരക്കേഡുകൾ, ഒരു ബാരക്കേഡ് വെച്ചാൽ ഒരു ബൈക്കുകാരെ ഒന്നും പിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ബാരക്കേഡിൽ തന്നെ ഒരു 2-3-4 ബാരക്കേഡ് ഉണ്ടായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ചെക്കിങ് പോകുമ്പോൾ ഒരു വണ്ടിയൂടെ അവരുടെ കൂടെ പോയിട്ട് ബാരക്കേഡ് ഫിറ്റ് ചെയ്തിട്ട് വേണം
ഇങ്ങനെയുള്ള സമയത്തൊക്കെ ചെക്ക് ചെയ്യാൻ. അന്നേരമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ MVD നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നതെന്ന് പറയും, ഒരിടത്ത് അവരങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ ഒരിടത്ത് തന്നെ നിന്നങ്ങ് ചെല്ലാനടിക്കും. ഈ സിസ്റ്റം നാട്ടിൽ നിന്ന് മാറണം. നാട്ടിൽ നിന്ന് മാറിയിട്ട് ഒരു സ്ഥലത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകുക, അടുത്തൊരു 15 കിലോമീറ്റർ അപ്പുറത്ത് പോയി അവിടെ ചെക്ക് ചെയ്യുക. അപ്പോൾ എവിടെ ചെക്കിങ് എന്നൊന്നും ആർക്കും പിടികിട്ടത്തില്ല ഇന്നയുടെ സ്ഥലത്ത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പെർമനൻ്റ് ഈ ചെക്ക് ചെയ്യുന്നവർക്കൊരു സ്പോട്ടുണ്ട്. ഇപ്പം അത് ഈ തലവേദന എടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. ഇപ്പം തന്നെ ഞങ്ങളുടെ ഞാനിവിടെ മേപ്പോട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പം NH ഈ മേപ്പോട്ട് 2 കിലോമീറ്റർ കഴിഞ്ഞ് ചെല്ലുമ്പോൾ NH ആണ്, ബോംബെ കൽക്കട്ട ഹൈവേ. അപ്പോൾ ഞാൻ കയറി ചെന്ന് ഞാൻ ഗിയർ മാറുമ്പോൾ എനിക്കറിയാം എൻ്റെ താഴെ ഒരിടത്ത് ഇൻ്റർസെപ്റ്റർ കിടപ്പുണ്ട്, ഇൻ്റർസെപ്റ്റർ പിക്ചർ എടുക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഞാൻ 40 മേളിൽ പോലും കാല് കൊടുക്കത്തില്ല, 3rd ഗിയറിൽ തന്നെ അവിടെ പോകത്തുള്ളൂ, ഓർത്തിടത്തില്ല. അപ്പം അറിയാൻ വയ്യാതെ ഏതെങ്കിലും ആണെങ്കിൽ ഇറക്കമായി ഇറങ്ങി വരുന്നത്. അപ്പോൾ അവൻ 80-100 മേളിൽ പോയെങ്കിൽ അവൻ ആ ഇൻ്റർസെപ്റ്ററിൻ്റെ കണ്ണാടിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ലെൻസിനകത്ത് കയറി തന്നെ അവൻ 2000 രൂപ ചെല്ലാൻ അടിച്ചത് തന്നെ. അപ്പം നമ്മൾ ഞാൻ വിശ്വസിക്കുന്നത് നാട്ടിൽ ഇൻ്റർസെപ്റ്ററുകൾ ഉണ്ടെങ്കിൽ ഈ ഓവർലോഡ് ട്രക്കുകൾ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഓവർലോഡ് ട്രക്കുകൾ, ഈ പാറപ്പൊടി കൊണ്ടുപോകുന്ന ട്രക്കുകൾ 20 ടൺ എടുക്കാവുന്നവന് 20 ടൺ അല്ല എടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും വേ ബ്രിഡ്ജുകളില്ല. ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ വരണം. വേ ബ്രിഡ്ജുകൾ നമ്മുടെ നാട്ടുകളിൽ എല്ലാ സിറ്റികളിലും ഒരു 4-5 എണ്ണമെങ്കിലും വരണം. ഏതവനേലും പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഓവർലോഡാന്ന് കണ്ട അവിടെ കൊണ്ട് അവനെ ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് ഒരു ടണ്ണിന് ഒരു 2000 രൂപ വെച്ച് 10 ടണ്ണ് കൂടുതലാണ് 20,000 രൂപയെങ്കിലും അവനെ കൊണ്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഓവർലോഡ് വണ്ടികളെ നമുക്ക് ഒരുമാതിരി ഒന്ന് ഒതുക്കാനായിട്ട് സാധിക്കും. കാരണം അത് മാഫിയകളാണ് കൂടുതലും നടത്തുന്നത്. അതുകൊണ്ട് ഈ ഓവർലോഡ് വണ്ടികൾ നിർബാധം 2000-500-1000 രൂപ കൊടുത്തേച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ നാട്ടിലിപ്പോൾ ഒരു പുരോഗമനമുണ്ട്. എന്താണെന്നറിയാം, ബസ് ബേകൾ വന്നു തുടങ്ങി. പലയിടത്തും ഞാൻ ബസ് ബേ കണ്ടു. ഈ ബസ് ബേകൾ കുറച്ചുകൂടെ വിപുലീകരിച്ച് റോഡുകളിൽ നിന്നും മാറി സൈഡിലേക്ക് കയറി വണ്ടി പാർക്ക് ചെയ്യുന്ന ബസ് ബേകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ്സുകാരൻ നമ്മുടെ മുന്നിൽ അങ്ങോട്ട് ചെന്നിട്ട് അവൻ നടു റോഡിലങ്ങ് നിർത്തും. പുറകിൽ കൂടെ ചെല്ലുന്നൊരു ബൈക്കുകാരൻ അവൻ 60-ൻ്റെ സ്പീഡിലായിരിക്കും ചെല്ലുന്നത്. ഒരു സവാരിയെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ കണ്ടിട്ടായിരിക്കും ഇദ്ദേഹം ഈ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ യാത്രക്കാരെ കയറ്റുന്നതിന് മുമ്പ് പുറകിൽ കൂടെ ചെന്ന് ഈ ബൈക്കുകാരൻ ഇടിക്കുകയോ മരിച്ചു പോവുകയോ. അപ്പം ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മുടെ സ്ട്രക്ചറൽ ചേഞ്ച് നമ്മുടെ നാട്ടിലുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ല എനിക്ക് MVD അങ്ങ് അടിച്ചു. MVD അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ബോഡി ഓഫ് എ ഗവൺമെൻറ്. അവരോട് പറയുക, എന്ന് വെച്ചാൽ അവരുടെ ഓഫീസർ പറയുക ചെല്ലാനടിക്കാൻ പറഞ്ഞാൽ ചെല്ലാനടിക്കും. അതിന് വെളുത്ത കാറെന്നോ കറുത്ത കാറെന്നോ ഒന്നുമില്ല. അവർ ആരെന്ന് വെച്ചാൽ അവരെ പിടിച്ച് അടിക്കും. കാരണം നോർത്തിലൊക്കെ ആണെങ്കിൽ വലിയ പാർട്ടികളിലെ കാറുകളെന്നൊക്കെ പറയുന്നത് കറുത്ത കാറായിരിക്കും. ഒരേ സീരിയൽ നമ്പറിൻ്റെ ഒരു 4 കാർ ഒന്നിച്ച് പാസ് ചെയ്യും. പോലീസുകാർക്ക് പോലും കൈ കാണിക്കാൻ പേടിയാണ്. കാരണം വലിയ തോക്കുകളിലെ വണ്ടിയായിരിക്കും പോകുന്നത്. അതുകൊണ്ട് പലരും അതിനകത്ത് തലയിടുകയോ തലവേദന എടുക്കാൻ നോക്കുകയോ ചെയ്യത്തില്ല, പോട്ടെന്ന് കാണും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം കേരളത്തിലില്ല. കേരളത്തിൽ ഉണ്ടെന്ന് പറയുന്നത് ഓവർ സ്പീഡും വാഹനങ്ങളിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് റിയലി ഫിറ്റ്നസ് ഉള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിളാണെന്ന് പോലും പലപ്പോഴും എനിക്ക് സംശയമുണ്ട്. നോക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലത്. നമ്മൾ ടെസ്റ്റിങ്ങിന് കൊണ്ടുവരുമ്പം ഈ വണ്ടി ചെക്ക് ചെയ്യുന്ന പോലെ ഓടുന്ന വണ്ടികൾ ഫിറ്റാണോ, അവൻ്റെ ടയറൊക്കെ ശരിയാണോ, ബസ്സൊക്കെ ആണെങ്കിൽ അവൻ കണ്ടീഷനാണോ ഓടുന്നതെന്നൊന്ന് വെരിഫൈ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മല ഏറിയയിലെ കട്ടപ്പന, കുമളി, കുഴുത്തോട്, വണ്ടമ്മേട്, ഇങ്ങനെ തോപ്രാംകുടി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, തണ്ണിത്തോട്, തേക്കുതോട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ആങ്ങാമൂഴി, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മലയേറിയായി പോകുന്ന വാഹനങ്ങൾ അതൊരു ഫാറ്റ് വണ്ടിയാണ്, അല്ല ഉറപ്പുള്ള വണ്ടിയാണ്, കണ്ടീഷൻ വണ്ടിയാണെന്ന് ഉറപ്പിക്കുവാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബദ്ധശ്രദ്ധയുണ്ട്. നമ്മുടെ ചില വാഹനങ്ങളൊക്കെ KSRTC പോലും വളരെ പഴയ വണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഓടിക്കുന്നത്. ഈ ഒരു സ്ഥിതിക്ക് ഒരു ഇച്ചിരി ഭേദം വരേണ്ടത് ആവശ്യമാണ്. പ്രൈവറ്റ്, പബ്ലിക് എല്ലാ സ്ഥലങ്ങളിലും ഒരു ചേഞ്ച് വരേണ്ടത് ആവശ്യമാണ്. ഈ ചേഞ്ച് ഇല്ലെങ്കിൽ
നമുക്ക് നമ്മൾ വല്ല ഉദ്യോഗസ്ഥന്മാരെ മാത്രം പള്ളു പറഞ്ഞുകൊണ്ടായില്ല. ഇപ്പം കേരളത്തിൽ ഈ ചെക്കിങ്ങിന് വരുന്ന സാറന്മാരടിക്കുന്ന ഈ പെനാൽറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡൽഹിയിലോട്ടൊന്ന് ചെല്ലണം. ഏത് മോനാന്ന് പറഞ്ഞാലും അവർ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ എന്തെങ്കിലും കണ്ടാൽ അവരന്നേരം തന്നെ ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്യുകയും ചെയ്യും. അത് ചെല്ലാൻ അടിക്കേണ്ട വണ്ടിയാണെങ്കിൽ ചെല്ലാൻ അടിച്ചു വിടും. ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ അവർ ഇമ്പൗണ്ട് ചെയ്യേണ്ട വണ്ടിയാണെങ്കിൽ ഇമ്പൗണ്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ പൊല്യൂഷൻ ഇല്ല, പിന്നെ ഇൻഷുറൻസ് ഇല്ല, RC ബുക്കില്ല, ചിലപ്പോൾ ഒന്നുമില്ല, ചില കക്ഷികൾ ഇറങ്ങിത്തിരിക്കും. അപ്പോൾ നമ്മൾ വാഹനങ്ങളിൽ ആവശ്യത്തിന് ഉള്ള ഡോക്യുമെൻ്റ് ഡിജിറ്റലായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ നമ്മൾ വാഹനത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അധികാരികൾ കാണിക്കേണ്ടിടത്ത് നമ്മൾ കാണിക്കുകയും ചെയ്യണം. പിന്നെ ചില സാഹചര്യത്തിലൊക്കെ എക്സസ് ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പല്ലീറ്റ് അതോറിറ്റി ഉണ്ടാവേണ്ട ആവശ്യം. ഇപ്പം നമുക്ക് ആരെങ്കിലും അങ്ങനെ നമുക്ക് ആരെങ്കിലും ഒരു പബ്ലിക്കിന് ഒരു തോന്നലുണ്ടായി എനിക്ക് ഈ ഇട്ട ചെല്ലാൻ അത് സ്വാഭാവികമല്ലെങ്കിൽ അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ എല്ലാ ഡിസ്ട്രിക്റ്റിലും നല്ലൊരു അപ്പീലറ്റ് അതോറിറ്റിയുടെ അപ്പീലറ്റ് കോർട്ട് ഉണ്ടാകേണ്ട ആവശ്യമായി. ഇത് അപ്പീൽ ചെയ്യാനും അതിനെക്കുറിച്ച് പിന്നെ എനിക്കത്രയും കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എൻ്റെ സ്വമേധ ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് തെളിയിക്കാനൊരവസരം അവർക്കും കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ ഈ വർദ്ധിച്ചു വരുന്ന ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് മാത്രം ഒരു ചെക്കിങ് നടത്തുകയും അല്ലാത്ത സമയത്ത് ഈ ചെക്കിങ് ഇല്ലായിരിക്കും. ഞാൻ നാട്ടിലൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ പേടിച്ചിട്ടുള്ളത് ഈ പിള്ളേർ സെറ്റിൻ്റെ പോക്കാണ്. എന്നാ പോക്കാ പോകുന്നത്. 120-ലൊക്കെയാണ് ഞങ്ങളുടെ അവിടുത്തെ കൊച്ചു ബ്രാഞ്ച് റോഡിൽ കൂടെ ഓരോരുത്തന്മാർ കീച്ച് ഞാൻ ഏകദേശം ഒരു 2.25 ലക്ഷം കിലോമീറ്റർ 2 വീലർ ഓടിച്ച ആളാണ്. അപ്പം എനിക്കൊരു വണ്ടി കണ്ടാൽ അവന് ഏത് സ്പീഡിലാണ് ഓടുന്നതെന്നൊരു ഏകദേശം ഒരു അറിവുണ്ട്. അപ്പം ഒരു സൂക്ഷ്മതയുമില്ലാതെ വാഹനം സ്പീഡിൽ ഓടിക്കുന്ന ഒരു ത്രില്ലാണെങ്കിലും ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. അത് അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ അറിയാൻ പറ്റും. കേരളത്തിൽ ഈ നടക്കുന്ന ആക്സിഡൻറ്റ് നമ്മുടെ ഈ വീഡിയോകളിലൊക്കെ വരുന്ന ക്ലിപ്പുകളിലൊക്കെ വരുന്ന ആക്സിഡൻറ്റുകൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതിൽ വണ്ടി അറിയാൻ വയ്യാത്ത സ്ത്രീ സഹോദരിമാരുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ 2 വീലർ എങ്ങനെ ഓടിക്കേണ്ടതെന്ന് അവർക്ക് ശരിക്കും അറിയത്തേ ഇല്ല. 32-ാമത്തെ വയസ്സിൽ എവിടുന്നോ ഒരു ലൈസൻസ് എടുത്ത് എവിടുന്നോ ഒരു ആക്റ്റീവ വാങ്ങിച്ച് കൊടുത്തു. തിരിക്കേണ്ടതെന്നും അറിയത്തില്ല, മറിക്കേണ്ടതെന്നും അറിയത്തില്ല, എവിടെ നിൽക്കേണ്ടതെന്നും അറിയത്തില്ല, എങ്ങനെ വണ്ടിക്ക് സൈഡ് കൊടുക്കേണ്ടതെന്നും അറിയത്തില്ല. ശരിക്കും ഒരു ട്രെയിനിങ് കൊടുക്കാതെ അവർ വണ്ടി വാങ്ങിച്ച് സൈക്കിൾ അറിയാമെന്ന് പറഞ്ഞ് അതും എടുത്തുകൊണ്ട് റോഡിലിറങ്ങി ഏതെങ്കിലുമൊക്കെ വണ്ടിക്ക് വയ്ക്കുന്ന സ്വഭാവമാണ് കേരളത്തിലുള്ള. ഈ ഒരു സിസ്റ്റത്തിനും ഒരു ചേഞ്ച് വരണം. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇതിനൊരു ഈ റിയാലിറ്റി പറഞ്ഞുണ്ടല്ലോ, ഒരു 4 മാസം വരെ ഒരു ലേണേഴ്സ് ലൈസൻസ് ഒരാൾക്ക് കൊടുക്കുക. ഒരു 4 മാസത്തെയെങ്കിലും നാഷണൽ ലെവലിൽ ഇതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടാവണം. ഇപ്പോൾ കേരളത്തിൽ മാത്രം അത് ചിന്തിച്ചുകൊണ്ട് നടക്കത്തില്ല. മിനിമം 4 മാസം, മാക്സിമം 1 ഇയർ ഒരു ട്രെയിനി ലേണറായിട്ടിരുന്നതിന് മാത്രമേ നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഈ ലേണേഴ്സ് ലൈസൻസ് കൊടുക്കുമ്പോൾ അമേരിക്ക പോലെ നമുക്ക് കൺഫർമേഷൻ ആകണം. എന്താ, ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ നിൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ കാണണം, ലൈസൻസ് ഉള്ള ഒരാൾ നിൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ കാണണമെന്ന് ഒരു ലേണറിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു നിയമമുണ്ടാക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ സംഭവ വികാസങ്ങളുടെ പീക്കും നമുക്ക് കുറയ്ക്കാം. പിന്നെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റോഡുകൾക്ക് താങ്ങാവുന്നതോ അല്ലെങ്കിൽ വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡിന് താങ്ങാവുന്നതിനപ്പുറം വാഹനങ്ങളായിരുന്നു റോഡിലുള്ള. ഞാൻ ഒരിക്കലും ഓർക്കുന്നു, ഞാൻ തിരുവല്ലയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് കാർ ഓടിച്ചു പോകുമ്പോൾ കോഴഞ്ചേരിക്കും തിരുവല്ലയ്ക്കും ഇടയ്ക്ക് എനിക്ക് 14 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുക. കാരണം അതിനപ്പുറത്തുനിന്ന് വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ശരവേഗത്തിൽ ഒഴുകുന്നത് പോലെ ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ നാട്ടിലെ വാഹന സിറ്റുവേഷൻ ഇത് കൂടുക. ദിവസം വാഹനങ്ങൾ നാട്ടിൽ കൂടുക. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു മാനിയാക്കായിട്ട് മാറ്റപ്പെടും, ഓടിക്കാൻ സ്ഥലമില്ലാതാവും. ഇന്നാളാരണ്ട് ഞാനൊരു ഷോറൂമിൽ ചെന്നപ്പം അവരിങ്ങനെ ടാറ്റയുടെ വലിയ വണ്ടിയൊക്കെ ഇട്ടത്. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എവിടെ കേരളത്തിൽ എവിടെ ഓടിക്കുന്നത്?
റോഡിലിറക്കാൻ സ്ഥലമില്ല, കയറിപ്പോകാൻ സ്ഥലമില്ല, മുന്നേ വണ്ടി, പുറകെ വണ്ടി, സൈഡിൽ വണ്ടി. അപ്പോൾ ഈ സിറ്റുവേഷനാണ് കേരളത്തിൽ. അപ്പം ഈ കേരളത്തിൽ ഇത് കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് ഇതൊരു ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ഒരു 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 സിസ്റ്റം ഇപ്പോൾ ഉള്ളതിലൊരു ബെറ്റർ സിസ്റ്റം ഉണ്ടായി. എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. നമുക്ക് നല്ല സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോഴേ അവന് വേണ്ടി ഒരു എക്സ്ട്രാ ഷീറ്റ് നമ്മുടെ റെക്കോർഡ് കാണണം. അവനെ ഇമ്പൗണ്ട് ചെയ്താൽ അത് കാണണം, അതെവിടെയെങ്കിലും ക്രാഷ് ആയാൽ അത് കാണണം, പിന്നെ ഏതെങ്കിലും പെനാൽറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു വണ്ടിയുടെ നമ്പർ ഇടുമ്പോഴേ അതിൻ്റെ ഡിസ്പ്ലേക്കകത്ത് ആ പേജിനകത്ത് എന്നൊക്കെ ഉണ്ട് സംഭവം എന്ന് മെയിൻ സെർവറിലിരിക്കുന്നവർ ചെക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങൾ ഒന്ന് ഡെവലപ്പ് ആവേണ്ട ആവശ്യമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കാസർഗോഡ് വെച്ചൊരു വണ്ടി പിടിച്ചാൽ അവൻ തിരുവനന്തപുരത്തുകാരനാണെങ്കിലും കമ്പ്യൂട്ടർ തുറക്കുന്നുണ്ട്, ഇവന് തിരുവനന്തപുരത്ത് എത്ര പ്രാവശ്യം ചെല്ലാനടിച്ചു, കേരളത്തിൽ മൊത്തം എത്ര പ്രാവശ്യം ചെല്ലാനടിച്ചു എന്നുള്ളൊരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നാഷണൽ ലെവലിലാണെങ്കിൽ നാഷണൽ ലെവലിൽ അതിനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മളതിൻ്റെ സജഷൻസ് റോഡ് ട്രാൻസ്പോർട്ടിലും റോഡ് മിനിസ്ട്രിയിലും നമ്മൾ അയക്കേണ്ടത് ആവശ്യമാണ്. അപ്പം നമ്മളിപ്പം പലരും വീർപ്പും മുട്ടുന്നൊരു സിറ്റുവേഷനുണ്ട്. അവിടെ ചെക്കിങ് ഉണ്ട്, അപ്പോൾ അടുത്ത വഴി കൂടെ പോയി കളയാം. നമുക്ക് വഴികളൊക്കെ നല്ല തിട്ടമാണ്. ആൾക്കാരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയോ ആ ജംഗ്ഷനിലുണ്ടല്ലോ അവിടെ ചെക്കിങ് ഉണ്ട് കേട്ടോ, അങ്ങോട്ട് പോകരുത്. അപ്പോൾ ആ ജംഗ്ഷൻ വിട്ടിട്ട് കേരളത്തിൽ എല്ലാ ഊടുവഴികളുണ്ടല്ലോ, നമുക്ക് എവിടെ കൂടെ വേണേലും ഊത്തുപടച്ച് രക്ഷപ്പെടാം. ഊടുവഴികളില്ലാത്ത വഴികൾ കേരളത്തിലില്ല. ഇപ്പോൾ ഇന്നടത്ത് ചെക്കിങ് ഉണ്ടെങ്കിൽ അടുത്ത വഴിയിലൂടെ രക്ഷപ്പെടും. അപ്പം മിക്കവാറും അബദ്ധവശാ വല്ലവനും ചെന്ന് വായി കയറുന്നതല്ലാതെ മിക്കവാറും ഇങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒഫൻസസ് ചെയ്യുന്ന ആൾക്കാർ രക്ഷപ്പെട്ടു പോവുകയാണ് സാധാരണ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്ന് സീറ്റ് ബെൽറ്റ് ധരിച്ച് യാത്ര ചെയ്യുക. രണ്ട് ഏറ്റവും വലിയ മാനിയാക്കെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഹോൺ അടിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് കൊച്ച് ബീപ്പെന്നും പറഞ്ഞ് ഹോൺ അടിക്കേണ്ടതിന് വരെ ഏതെങ്കിലും വണ്ടിയുടെ പുറകിൽ ചെന്നിട്ട് നിരത്തിയും ഹോൺ അടിക്കും, ബീപ്പെന്നും പറഞ്ഞ് ഹോൺ അടിക്കും. ആ മുന്നിൽ ഇരിക്കുന്നവന് ദേഷ്യം വരും, അവൻ ഇറങ്ങി വന്നിട്ട് രണ്ട് തെറി വിളിക്കും. ആ തെറി വിളിക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ അടിയായി, വഴക്കായി, പോലീസായി, കേസായി. അപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു മാന്യതയെന്ന് പറയുന്നത് അത് ശരിക്കും നമ്മൾ ഹോൺ കൊടുക്കാനും ഹോൺ അടിക്കാനും പാസ് എടുക്കുന്ന സമയത്ത് ഹോൺ അടിക്കാനും പാസ്സായി പോകുന്ന സമയത്ത് ഹോൺ അടിക്കാനും ഒക്കെ നമ്മൾ പഠിക്കണം. അത് മറ്റുള്ളവർക്ക് അരോചകമാകുന്ന രീതിയിൽ ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിൽ ഹോൺ അടിക്കാതിരിക്കുക. ഹോൺ അടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. 3 ലൈറ്റുകൾ ഓവർ അലൗട്ടഡ് ആയിട്ടുള്ളതിനപ്പുറമായിട്ടുള്ള ലൈറ്റുകൾ നമ്മൾ വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്യാതെ ഓപ്പോസിറ്റിൽ കൂടെ വരുന്നവൻ്റെ കണ്ണ് മഞ്ചാതെ നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ ലൈനുകൾ സൂക്ഷിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് MVD കണ്ട് പേടിച്ചോടേണ്ട സ്ഥിതി വരത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റി ഉണ്ടെങ്കിൽ നമ്മളത് അന്തസ്സായിട്ട് അടച്ചിട്ട് പോകണം. തെറ്റ് നമ്മുടെ വശമാണെങ്കിൽ അതിന് നമ്മൾ ആ പൈസ കൊടുത്തിട്ട് പോകണം. അത് നമുക്ക് പ്രയാസപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഹാബിച്വൽ ഒഫൻഡറായിട്ട് ആരെയെങ്കിലും കണ്ടാൽ, അപ്പം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇവൻ ഒരു വർഷത്തിനോട് ഒരു 15 പ്രാവശ്യം ഇവനെ പിടിച്ചു എന്ന് MVDക്ക് ഉറപ്പായാൽ അങ്ങനെയുള്ള കക്ഷികളെ പിടിച്ച് സസ്പെൻഡ് ചെയ്യുകയോ കുറച്ച് നാളത്തേക്ക് അവരെ നല്ല നടപ്പിന് വിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോറൽ പണിഷ്മെൻറ്റ് കൊടുക്കുകയോ ചെയ്യണം. പൈസ മാത്രം ഇമ്പൗണ്ട് ചെയ്തുകൊണ്ട് ചിലർക്ക് ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പം ഇനി ഒരു വർഷം കൊണ്ട് 1 ലക്ഷം രൂപ MVD പൈസ അടിച്ചു കഴിഞ്ഞാലും അവരിലൊരു ചേഞ്ച് വരാനായിട്ട് ചില ആൾക്കാരെ കൊണ്ട് പോകുന്നില്ല. അപ്പം വളരെ വസ്തുനിഷ്ഠവും പ്രയോജനകരവും ആയ രീതിയിൽ കാര്യങ്ങൾ വന്നാൽ അത് സമൂഹത്തിനും ദേശത്തിനും നമുക്കും ഒരു നല്ല ഡ്രൈവിംഗ് കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഉണ്ടാകുവാൻ ഞാൻ ആശിക്കുന്നു. ഒരു കാലത്ത് കേരളം ലോകത്തിലെ തന്നെ ഒരു മാതൃക ഡ്രൈവിംഗ് സ്പോട്ടായിട്ട് മാറപ്പെടും. മിസോറാമിനെ പോലെയോ മണിപ്പൂരിനെ പോലെയൊക്കെ വളരെ സെൻസിബിൾ ഡ്രൈവിംഗ് ഉള്ളൊരു സ്ഥലമായിട്ട് കേരളം മാറ്റപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആശിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.